വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ആപ്ലിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. പുതിയ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, വന്നിട്ട് കുറച്ച് നാളായി. ഞാൻ ഓൾറെഡി അതിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് AVU എന്നാണ്. AVU എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ അത് വന്നിട്ട് കുറച്ച് നാളായി. ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ആയിട്ട് ആ ഒരു വീഡിയോ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ്, അതായത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വീഡിയോ, അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റ് മോഷൻ XML ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ആപ്ലിക്കേഷനാണ്. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. കാരണം ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ്, പ്രീസെറ്റ്സ് പോലെ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് മോഷനിൽ പിന്നെ XML പ്രീസെറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ട്രാൻസിഷൻ കൊടുത്ത് അവർ തന്നെ ബീറ്റൊക്കെ മാർക്ക് ചെയ്ത് ഒരു വീഡിയോ ആക്കിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ തരും. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡിറ്റേഴ്സിന് എങ്ങനെ യൂസ്ഫുൾ ആകുമെന്ന് വെച്ചാൽ, ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് പറഞ്ഞാൽ ലൈറ്റ് മോഷനിൽ പുതിയ ട്രാൻസിഷൻ ഐഡിയാസൊക്കെ നോക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞാൽ കുറേ അധികം ട്രാൻസിഷൻ ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഈ ടെംപ്ലേറ്റ്സിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറേ അധികം ട്രാൻസിഷൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ AVU എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ വേർഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് AVU എന്ന് അടിച്ചാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് പറയുന്നത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഉണ്ടാവും, പിന്നെ ഇമ്പോർട്ട് QR എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഹെൽപ്പ് ഉണ്ട്, സ്ലോമോ, RSMB, ടെംപ്ലേറ്റ്, പിന്നെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഹെൽപ്പ് കൊടുക്കുമ്പം നമുക്കിവിടെ ഹെൽപ്പ്, അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ലോമോ എന്ന് കൊടുത്താൽ നമുക്കിവിടെ സ്ലോമോ ചെയ്യാനുള്ള ഓപ്ഷൻസ്, നമ്മൾ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ സ്ലോമോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ RSMB ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക. കുറേ അധികം ടെംപ്ലേറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാ പോപ്പുലർ, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗെയിം, വാൾപേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. അതായത് ഫോർമാറ്റ് വന്ന് ഇത്രയും ഫോർമാറ്റ് 1:1, അതേപോലെ 9:16, 16:9, 3:4, 4:3 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഞാനിപ്പം റേഷ്യോയിൽ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളറും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പ്രൊജക്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ വന്ന് നമുക്ക് താഴെ QR കോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ദെൻ മീഡിയ, ഷേപ്പ്, മോഡൽ, ടെക്സ്റ്റ്, അതുപോലെ ഓവർലേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീഡിയ ആഡ് ചെയ്യാൻ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നാലും ഇവിടെയാണ് നമ്മളൊരു മീഡിയ ആഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മീഡിയ, ഓക്കെ, നോർമൽ പോലെ തന്നെയാണ്. ദെൻ നമ്മൾ ഷേപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആഡ് ചെയ്യാം. ദെൻ മോഡലുണ്ട്, ഇവിടെ 3D മോഡൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ. മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, ബ്രോക്കൺ ഗ്ലാസ് എഫക്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഓവർലേസും കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രീ മെറ്റീരിയൽ കുറേ ഓവർലേസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നെറ്റ് ഓൺ ആക്കി വെക്കണം. നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇതൊക്കെ ലോഡ് ആവുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു, കുറച്ച് ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഓവർലേസിലും കാര്യങ്ങളിലൊക്കെ വരുന്നത്. നിങ്ങൾ പുറത്തുനിന്ന്, അതായത് വേറെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ലൈറ്റ് മോഷനിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിലിത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷനിൽ ഇൻബിൽഡായിട്ട് തന്നെ കുറേ അധികം ഓവർലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ, അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്, MT ഒബ്ജക്റ്റ്, പെയിൻറ്റ് ബ്രഷ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ടെംപ്ലേറ്റ് സെക്ഷൻ നോക്കാം. ടെംപ്ലേറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ താഴെ ടെംപ്ലേറ്റ് പറഞ്ഞിട്ട് ഉണ്ടാവും. ദെൻ നമ്മൾ ടെംപ്ലേറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ അധികം സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ ഫസ്റ്റത്തെ 3D പ്രീസെറ്റ് പറഞ്ഞുള്ള ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കുറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു 3D പ്രീസെറ്റ് എന്ന് കൊടുത്തതേ ഉള്ളൂ. ഒരു ഫുൾ വീഡിയോ നമുക്ക് ഇവർ തന്നെ ചെയ്തു തരും. ഓക്കെ, ഒരു ഫുൾ വീഡിയോ ഈ ഒരു മെത്തേഡിൽ ഇവർ നമുക്ക് ചെയ്തു തരും. നമ്മൾ ജസ്റ്റ് ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും ഇവിടെ ക്ലിക്ക് ചെയ്താൽ
എന്ന് പറഞ്ഞാൽ പ്ലീസ് ഇൻസ്റ്റാൾ ദ ലേറ്റസ്റ്റ് ടിക്ടോക്ക്. ഇവർ ടിക്ടോക്കിലാണ് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുള്ളത്. മീൻസ് ഇവിടെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടിക്ടോക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ടിക്ടോക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ നമ്മൾ യൂസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കിവിടെ ലോഡിംഗ് ആയി വരും. ഓക്കെ, ലോഡിംഗ് ആയി വരുമ്പോൾ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഇത്രയാണ് അവർ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലിപ്സിൻ്റെ എണ്ണം എന്ന് പറയാൻ ഇത്രയും എണ്ണം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ സെക്ഷനിൽ വന്നിട്ട് ഇതിലെന്തൊക്കെയാണോ ആഡ് ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ ഫോട്ടോസാണ് ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ ഫോട്ടോ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം റാൻഡായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യാണ്. ഇതേപോലെ ഓരോരോ ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു വീഡിയോ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരേ ഫോട്ടോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനല്ല, മീൻസ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഡൗൺലോഡാക്കി വെച്ച കുറച്ച് ഫോട്ടോസ് തന്നെ ആഡ് ചെയ്ത് വിട്ടതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ചെയ്യുന്ന വീഡിയോക്ക് അത്ര പെർഫെക്ഷൻ മാത്രമേ ഉണ്ടാവൂ. കാരണം വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് സീതാരാമത്തെ ക്ലിപ്പും ഫോട്ടോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് കുറച്ച് ആനിമേസുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ മാത്രം കാണും. അതായത് നമ്മൾ ഈ ഒരു പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഡായി വരും. അപ്പോൾ ലോഡിങ് കുറച്ച് ടൈം എടുക്കും തോന്നുന്നു, എനിക്കറിയില്ല. അത് പ്രോസസ്സിങ് ലോഡിങ് ആവുന്നുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ സ്പീഡ്, എൻ്റെ നെറ്റിൻ്റെ വൈഫൈയുടെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. അപ്പോൾ ഇതാ പ്രോസസ്സിങ് ആവുന്നുണ്ട്, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ പ്രോസസ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഔട്ട് നമുക്ക് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഗ്ലിച്ച്, അതേപോലെ ഒരു ക്യൂബ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് പേജ് കേൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനടക്കം എന്തോ ഒരു പ്രോസസ്സിങ് കൂടെ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു പ്ലേ ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ആണെന്ന് തോന്നുന്നു, കണ്ടില്ലേ? ഓക്കെ, ഇപ്പം ഇതാണ് നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇവിടെ അവരുടെ ലോഗോ വരുന്നുണ്ട്. ഇതൊരു പെയ്ഡ് ആപ്പാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിവിടെ കണ്ട ഈ ഒരു പല ട്രാൻസിഷൻസും ഞാൻ ആദ്യം പറഞ്ഞ പോലെ XML യൂസ് ചെയ്യുന്നവർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എഫക്ട്സ് ഒക്കെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായി? ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ അധികാരം അലൈറ്റ് മോഷനിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ, അതേപോലെ അവിടെ നിന്ന് ഒരു വീഡിയോ ഇങ്ങനെ പോപ്പായിട്ട് വരുന്നത്, അതിലൊരു ഗ്ലിച്ച് കണ്ടില്ലേ? ഇതേപോലെ ഒരു സംഭവം അധികാരം ചെയ്തിട്ടാണ്. അതേപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഐഡിയാസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടും. ഓക്കെ, അതേപോലെ മടിയന്മാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുമ്പം ഈ ഒരു വീഡിയോ ആണ്. അതേപോലെ ഒട്ടനവധി ട്രാൻസിഷൻസ് കാര്യങ്ങൾ വീഡിയോ പ്രീസെറ്റ്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇൻബിൽഡായിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പം ഇതിൻ്റെ ഒരു സീരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഒരു സീരീസ് ഞാൻ ചെയ്യും. അതായത് എനിക്ക് തോന്നുന്നു എല്ലാ വെള്ളിയാഴ്ചയും, അങ്ങനെ എല്ലാ ദിവസമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അലൈറ്റ് മോഷൻ എഡിറ്റേഴ്സാണ് അധികം. ഇതിൻ്റെ ഒരു വ്യൂസ്, കമൻറ്റ്സ്, ലൈക്സ് ഒക്കെ വെച്ച് പറ്റുവാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഇതിൻ്റെ ഒരു സീരീസ് കണക്കെ ചെയ്യാം. അതായത് അടുത്ത ട്രാൻസിഷൻസ്, ഇതിലെങ്ങനെയാണ് ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.